ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് വയനാട്ടിലെ പ്രശ്നത്തിൽ നമ്മളെല്ലാവരും തന്നെ ഡൊണേഷൻസ് കൊടുക്കുന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ചീഫ് മിനിസ്റ്റർ റിട്രീസൽ റിലീഫ് ഫണ്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ അത് കറക്റ്റായിട്ട് അർഹതപ്പെട്ടവരിലേക്ക് തന്നെ എത്തുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ടുള്ള അതിന്റെ ഒരു ട്രാൻസ്പെറൻസി, അതിന്റെ ഒരു സുതാര്യത അല്ലെങ്കിൽ വിശ്വാസ്യത ഒന്നുകൂടി ഒന്ന് കൂട്ടിയിരുന്നെങ്കിൽ കൂട്ടി ഒന്നുകൂടി ഒന്ന് വർദ്ധിച്ചിരുന്നെങ്കിൽ അപ്പോ അതിനോടുള്ള നമ്മുടെ പൊതുജനങ്ങളുടെ ഒരു സഹകരണം ഒന്നുകൂടി കൂടുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ നിലവിൽ അതിന്റെ പൊതുജനങ്ങളുടെ സഹകരണം ഇല്ല എന്നല്ല, നമ്മളെല്ലാം തന്നെ സെലിബ്രിറ്റീസ് ആയാലും നമ്മൾ പൊതുജനങ്ങളായാലും എല്ലാവരും തന്നെ, എൻ്റെ കൂട്ടുകാരും എല്ലാവരും തന്നെ അതിലേക്ക് സംഭാവന ഡൊണേഷൻസ് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അധികാരികൾ അത് വേണ്ടപ്പെട്ടവരിലേക്കും അർഹതപ്പെട്ടവരിലേക്കും അത് എത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസവുമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. പക്ഷെ അത് നമ്മൾ ആ ഒരു വിശ്വാസം ഒന്നുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ, പൊതുജനങ്ങൾക്ക് ഒന്നുകൂടി നല്ല ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ അതിനോടുള്ള പൊതുജനങ്ങൾക്ക് സഹകരണം ഇല്ല എന്നല്ല പറയുന്നത്, അതിന്റെ വിശ്വാസത ഒന്നുകൂടി കൂടിയിട്ട് പൊതുജനങ്ങൾക്ക് ഒന്നുകൂടി അതിനോട് സഹകരിക്കും എന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോ നിലവിലിപ്പോ ഒരു നിലവിലെ ഇവിടുത്തെ ഒരു പൗരൻ എന്ന നിലയിൽ അതിന്റെ വിശ്വാസ്യത എങ്ങനെ ചെക്ക് ചെയ്യാന്നൊക്കെ വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ചീഫ് മിനിസ്റ്ററിന്റെ റിലീഫ് ഫണ്ടിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് ഞാനത് എങ്ങനെയാണ് ആ ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്, അതിന്റെ ട്രാൻസ്പെറൻസിക്ക് എന്തായാലും അവർ കൊടുക്കുമല്ലോ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് നോക്കിയായിരുന്നു. വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കിയായിരുന്നു. പക്ഷെ അതിൽ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നെറ്റ് വാല്യൂ നമ്മളിപ്പോ കഴിഞ്ഞ കോവിഡിന്റെ പ്രശ്നത്തില് അല്ലെങ്കിൽ 2018 പ്രളയത്തിന്റെ പ്രശ്നത്തിലായാലും അതില് ഡൊണേഷൻസ് നമ്മൾ പൊതുജനങ്ങൾ കൊടുത്തതായാലും സെലിബ്രിറ്റീസ് കൊടുത്താലും ചീഫ് മിനിസ്റ്റർ ഫണ്ടിലേക്ക് കൊടുത്തത് അതിന്റെ നെറ്റ് ടോട്ടൽ ആയിട്ടാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അതിന്റെ ട്രാൻസ്പെറൻസി എന്ന ഓപ്ഷനിൽ അതിൽ കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ഡീറ്റെയിൽസ് അതിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ നിലവിൽ പറയുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം പാകം ചെയ്തവർക്ക് ഇത്ര രൂപ, ഒരു 5 കോടി കൊടുത്തു എന്ന്, 4 കോടി കൊടുത്തു എന്ന്, എക്സാമ്പിൾ ഞാൻ പറയണം കേട്ടോ, കൊടുത്തു എന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ 4 കോടിയുടെ അതിന്റെ ചില്ലറ പൈസ 1000 രൂപ അതിന്റെ ഭക്ഷണം പാകം ചെയ്ത അതിന്റെ കുക്കിന് കൊടുത്തു, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനത് അതിന്റെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം, ചെക്ക് ചെയ്ത ഡീറ്റെയിൽസ് കാണിക്കാം, അതിൽ അങ്ങനെയാണ് കൊടുത്തേക്കിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, അവിടെ അങ്ങനെ കൂടി കൊടുത്തോളൂ, അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ കൂടി ഒരു ഡിജിറ്റൽ ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലതായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. മനസ്സിലായോ? അതായത് ഈ കഴിഞ്ഞ 2018 പ്രളയത്തിന്റെ സമയത്ത് നമ്മളിപ്പോ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം പാകം ചെയ്ത ഡീറ്റെയിൽസ് 4 കോടി, അതിന്റെ ആ ഫണ്ടിൽ കൊടുത്ത 4 കോടി എന്ന് നമ്മൾ കൊടുത്തു. അപ്പൊ അത് കൊടുക്കുന്ന അതിന്റെ സ്ഥാനത്ത് അതിന്റെ കോർഡിനേഷന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് ഇത്ര രൂപ കൊടുത്തു, അതിൽ ഭക്ഷണം പാകം കുക്കിന് ഇത്ര രൂപ കൊടുത്തു, അതിൽ പങ്കാളികളായ ഹെൽപ്പേഴ്സിന് ഇത്ര രൂപ കൊടുത്തു, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 5 പൈസ അതിന്റെ ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ അതുപടി തന്നെ ആ രീതിയിൽ അതിന്റെ ഡീറ്റെയിൽ ഒരു വേർഷൻ അതിന്റെ വെബ്സൈറ്റിൽ ഡിജിറ്റൽ രൂപത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ ട്രാൻസ്പെറൻസിയെക്കാളും ഒരു വിശ്വാസ്യത പൊതുജനങ്ങൾക്ക് ഇച്ചിരി കൂടി ഒന്ന് വർദ്ധിക്കില്ലേ? അപ്പൊ ആ ഒരു ചീഫ് മിനിസ്റ്ററിന്റെ ദുരിതാശ്വാസ ഫണ്ടിന് ഒരാൾ കൊടുക്കുമ്പോൾ കൂടുതൽ വിശ്വാസ്യതയോടെ, ഉറച്ച മനസ്സോടെ, അവർക്ക് തുറന്ന മനസ്സോടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ പൊതുജനങ്ങളുടെ തെറ്റിദ്ധാരണയും മാറും. നിലവിൽ ഒരു ചായക്കടയിൽ പോയിരുന്നാൽ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ അത് കറക്റ്റ് കിട്ടും, അത് ഇവർക്ക് തന്നെ, പലരും സോഷ്യൽ മീഡിയസ് ആയാലും ഞാൻ കമന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് അർഹതപ്പെട്ടവരിലേക്ക് തന്നെ എത്തുന്നുണ്ടോ, എത്തണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ്, അപ്പൊ പൊതുജനങ്ങളിൽ ഇങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്, ഈ ഫണ്ടെല്ലാം തന്നെ അവരിലേക്ക് എത്തുന്നുണ്ടോ. അപ്പൊ അതിന്റെ ആ ഒരു വിശ്വാസ്യത, ട്രാൻസ്പെറൻസി, സുതാര്യത തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കേണ്ടത് ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു പൗരൻ എന്ന നിലയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇത്രേ കാണാൻ പറ്റുള്ളൂ. എനിക്കും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിലയിൽ ഇതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾ, ചീഫ് മിനിസ്റ്ററിന്റെ റിലീഫ് ഫണ്ടിലെ ആ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള അതിന്റെ കൈകാര്യം ചെയ്യുന്നവര് അതിന്റെ ഇങ്ങനെ ഒരു നമ്മളൊരു ഫണ്ട് സ്വരൂപിച്ചു, പൊതുജനങ്ങളിൽ നിന്ന് ഇത്ര രൂപ സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ, 1000 കോടി സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ
അതിനുശേഷം അതിന്റെ റിപ്പോർട്ട്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് വളരെ പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങളത് തയ്യാറാക്കുന്നതാണല്ലോ. ചില്ലി പൈസ കണക്കുകൾ ഒരു ബുക്കായിട്ട് ഇറക്കുക. ഇപ്പൊ കഴിഞ്ഞ 2018 പ്രളയം വന്ന സമയത്തെ അതിന്റെ എക്സ്പെൻസസ് എടുത്ത് അതിന്റെ പൈസ ഒരു ബുക്കായിട്ട്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് പ്രകാരം ബുക്കായിട്ട് ഇറക്കുക. ആ ബുക്ക് ഇറക്കിയതിന്റെ ഡീറ്റെയിൽ ഫോം വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുക. സോ വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റാത്തവർക്ക് ബുക്കുകൾ പരിശോധിക്കുകയും ചെയ്യാം. അപ്പൊ പൊതുജനങ്ങളുടെ ഈ തെറ്റിദ്ധാരണയും അവരുടെ സംശയം ഫേസ്ബുക്കിലായി ഞാൻ കണ്ടു. ആ ഒരു സംശയം തന്നെ ദൂരീകരിക്കപ്പെടുകയും അധികാരികളിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ വിശ്വാസം ഇല്ല എന്നല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇത് വേണ്ടപ്പെട്ട അർഹതപ്പെട്ടവരിലേക്ക് എന്റെ അധികാരികൾ എത്തിക്കുന്നുണ്ടെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതിന്റെ വിശ്വാസത ഒന്നുകൂടി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇതിന്റെ വെബ്സൈറ്റിൽ ചീഫ് മിനിസ്റ്റർ CMRO റിലീഫ് ഫണ്ട് ഉണ്ടല്ലോ, അതിന്റെ വെബ്സൈറ്റിൽ ഇത് ഈ ബുക്കും ആ ബുക്ക് ആസ് വെൽ ഡിജിറ്റൽ ഫോമും കൂടി പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളാണല്ലോ നമ്മുടെ 4th പില്ലേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ 4ാമത്തെ തൂണ് എന്ന് പറയുന്നത്. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് നിൽക്കുന്നവര്, പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നവര്, അവർക്ക് ഈ ബുക്ക് ആയാലും ഡീറ്റെയിൽ ഫോം ആയാലും കൃത്യമായിട്ട് അതിനെ ക്രോസ് വെരിഫൈ ചെയ്യുകയും, അപ്പോൾ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ. മാധ്യമങ്ങൾ കൂടി അതിനെ ക്രോസ് വെരിഫൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കറക്റ്റ് ആണ്, അതിൽ വിശ്വാസ്യതയുണ്ട്, സുതാര്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. കൂടുതൽ അതൊരു എഫക്റ്റീവായി മാറും എന്നതാണ്, പൊതുജനങ്ങളിലെ തെറ്റിദ്ധാരണയൊക്കെ മാറും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സോ ജസ്റ്റ് ഇതൊന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ.